അപ്പോൾ പിന്നീട് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൾട്ടുകളെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അപ്പൊ കൾട്ടുകളെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള ചോദ്യത്തിന് നമ്മൾ കുറെ കാരണങ്ങൾ പറഞ്ഞു. അതിലൊന്ന് ആദ്യം പറഞ്ഞതാണ്, ഞാൻ ഇതിനകത്ത് ചെറിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, ഒന്ന് ഈ സബ്മിഷൻ എന്നുള്ള വിഷയമാണ്. അതായത് ഒരു നേതാവ് ഉണ്ടായിരിക്കുക, ആ നേതാവിന് നമ്മൾ സബ്മിറ്റഡ് ആയിരിക്കണം. അതാണ് ഒരു കൾട്ടിന്റെ ഒരു പ്രത്യേകത. നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ പാടില്ല. നിങ്ങൾ പോകുന്ന ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കൾട്ടിലാണ്. നിങ്ങളുടെ പാസ്റ്റർ പുളിപ്പിറ്റ് എന്ന് പറയാറുണ്ടോ? അഭിഷിക്തനെ തൊടരുത്, തൊട്ട പ്രശ്നം എന്ന് പറയാറുണ്ടോ? നിങ്ങളൊരു കൾട്ടിലാണ്, ഒരു സംശയം. അഭിഷിക്തനെ തുടരുക എന്ന് നിങ്ങൾ പ്രസംഗം പുൽപ്പിറ്റിൽ നിന്ന് കേട്ടാൽ മാർക്ക് ഇറ്റ് ആസ് എ കൾട്ട്. അതിന്റെ കാരണം അഭിഷിക്തൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കുള്ള അഭിഷേകം ഒന്ന് തന്നെയാണ്. എനിക്ക് അഭിഷേകമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അഭിഷേകമുണ്ട്. പക്ഷെ അഭിഷേകം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ഈ അഭിഷിക്തൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ മാത്രമാണ്. നമുക്ക് എത്ര പേർക്ക് അഭിഷേകം ഉണ്ടെങ്കിലും അഭിഷേകം ഉണ്ടെന്നേ പറയാൻ പാടുള്ളൂ. അഭിഷിക്തൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അഭിഷിക്തൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്രിസ്റ്റോസ് എന്നാണ്. അഭിഷിക്തനെ തുടരുക എന്ന് പറയുന്നത് സത്യമാണ്, നിങ്ങൾ തുടരുത്. ഇപ്പൊ അവർ ക്രിസ്തുവിനെയാണ് തൊട്ടിരിക്കുന്നത്. അവര് പറയുന്നത് ക്രിസ്തു യഹൂദന്മാരുടെ ഒരു ടീച്ചറാണ്. നിങ്ങൾ വായിച്ചു കേട്ടല്ലേ ട്രാക്റ്റിനകത്ത് ഇന്നലെ ഡയറക്റ്റ് ആയിട്ട്? യേശു ക്രിസ്തു നമ്മുടെ അധ്യാപകനല്ല, നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു ക്രിസ്തു മതം പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു യഹൂദന്മാരെ യഹൂദ മതം പഠിപ്പിച്ച ഒരു റബ്ബായ ആയിരുന്നു എന്ന് പറയുമ്പോൾ അഭിഷിക്തൻ ആരാ തൊട്ടിരിക്കുന്നത്? അഭിഷിക്തനെ തൊട്ടിരിക്കുന്ന ഇവരാണ്. യേശു ക്രിസ്തുവിനെ തന്നെയാണ് തൊട്ടിരിക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ ടീച്ചിങ് എനിക്കുള്ളതല്ല എന്ന് പറയുമ്പോൾ അവർ അഭിഷിക്തനെ തൊട്ടിരിക്കുകയാണ്. അഭിഷിക്തൻ ക്രിസ്തുവാണ്. എനിക്ക് ആ ഒരൊറ്റ അഭിഷിക്തൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര അഭിഷിക്തന്മാരുണ്ട്? അപ്പൊ അഭിഷിക്തനെ തുടരുമെന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ആരെങ്കിലും കാണിച്ചു തരാണെങ്കിൽ ഓർത്തോണം, അയാൾ ക്രിസ്തു ആകാൻ ശ്രമിക്കുകയാണ്. അത് കൾട്ടാകാനുള്ള ആദ്യത്തെ പടിയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ എല്ലാവരും ഒരേ അഭിഷേകം പ്രാപിച്ചവരും ഒരേ ആത്മാവിന്റെ അവകാശികളുമാണ്. ഓക്കെ, പിന്നെ ഇവർ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഒരു സഹോദരൻ, ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സഹോദരൻ അയച്ചതെന്നാണ് അംബ്രല്ല അനോയിന്റിങ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് ഈ അംബ്രല്ല അനോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭയിൽ ഒരു പ്രത്യേക വെളിപ്പാടോട് കിട്ടിയ ഒരാൾ വരുന്നു. ഇതൊരു കുടിൽ വ്യവസായം പോലെയാണ് ഇത് ആദ്യം തുടങ്ങുന്നത്. ഈ ന്യൂ ജനറേഷൻ കൾട്ടുകളെല്ലാം തുടങ്ങുന്നത് ഒരു കുടിൽ വ്യവസായം പോലെയാണ്. ഈ കുടിൽ വ്യവസായം പോലെ തുടങ്ങുമ്പോൾ അതിനകത്ത് 3, 4, 7 പേരെ കാണുള്ളൂ. അപ്പൊ അവര് ജോലി കിട്ടാൻ വേണ്ടി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയാൾക്ക് ജോലി കിട്ടുന്നു, സക്സസ് ആവും. സക്സസ് ആയി കഴിയുമ്പോൾ അയാൾ പറയുന്നു, ആ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ വിവിധ വരങ്ങളുള്ള പാസ്റ്ററാണ്, നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോ എന്ന് പറയും. അങ്ങനെ 2, 4 ആകുന്നു, 4, 8 ആകുന്നു. ഇയാൾ നല്ലപോലെ മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിൽ അത് സക്സസ് ആകുന്നു. ഏത് ബിസിനസ്സും തുടങ്ങുന്നത് പോലെ ചിലത് ജയിക്കും, ചിലത് തോക്കും, ചിലത് ഞെരങ്ങിയും മൂളിയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ സ്പിരിച്വൽ ബിസിനസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുടിൽ വ്യവസായമായി വളർന്നു വന്ന് അത് പന്തലിച്ച് ഓക്കെ അതിൽ നിന്ന് ആദായം ഉണ്ടാക്കി ഇവർ വലിയ വലിയ ആൾക്കാരായിട്ട് മാറും. എന്നിട്ട് പറയും, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഈ ശുശ്രൂഷകന്റെ അഭിഷേകത്താൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ഈ അംബ്രലക്കകത്ത് കയറണം. അംബ്രല ആരാ വിടർത്തിയേക്കുന്നത്? ആ ചർച്ചിന്റെ യജമാനൻ. ആ ചർച്ചിന്റെ യജമാനനെ അംബ്രലക്കകത്ത് നിങ്ങൾ കയറിയാൽ നിങ്ങൾ എല്ലാവരും അഭിഷേകത്തിന്റെ ആ പ്രൊട്ടക്ഷനകത്താണ്. ആ അഭിഷിക്തനെ നിങ്ങൾ തൊട്ടാൽ നിങ്ങളുടെ കാര്യം, കഥ അവസാനിക്കും. ഇതാണ് ഭയപ്പെടുത്തുന്നത്. അതായത് കൾട്ടുകളിലെല്ലാം ഉള്ള ഒരു കോമൺ എലമെന്റ് ആണ് ഫിയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഭയം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഭയം കൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്മിറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം യു ആർ നോട്ട് ഫ്രീ ഇൻ ക്രൈസ്റ്റ് എന്നാണ്. ഓക്കെ, ഈ അംബ്രല്ല അനോയിന്റിംഗ് എന്നുള്ള വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരട്ടെ. കാരണം ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു കുട വിടർത്തുന്നത് പോലെ ആണ് ഈ അനോയിന്റിങ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്ന് സഭയിൽ ഒരു കുട ഉയർത്തുന്നു, അതിനകത്തേക്ക് ആളുകളെല്ലാം കൂടെ ഓടിക്കയറുന്നു. ഓക്കെ, അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടി ഇതിന് വളരെയധികം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു സഭ മുഴുവൻ ഒരുപോലെ പ്രത്യേകതകളുള്ളതാണ് എന്ന് പറയുന്ന വിശ്വാസമാണ് എന്ത് പറയുന്നത് ഈ അംബ്രല്ല അനോയിന്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. ഇതിന് ഒത്തിരി പേരുകളുണ്ട്. ഇന്നത്തെ കൾട്ടുകളിലെല്ലാം ഉള്ളൊരു കോമൺ ഫാക്ടറാണ് അവരുടെ കീഴിലായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയുന്നത്.
ഓക്കെ, അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ, നിങ്ങൾ പോകുന്ന ചർച്ചിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ യു ആർ പാർട്ട് ഓഫ് ദാറ്റ് കൾട്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തട്ടിക്കളയുന്ന ഒരു കാര്യമാണ്. കർത്താവിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ നമ്മൾ അനുവദിക്കാത്ത ഒരു പരിപാടിയാണ് ഈ അഭിഷിക്തന്മാരുടെ കളികൾ. ഈ അഭിഷിക്തന്മാരുടെ കളികളെ കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അഭിഷിക്തന്മാരുടെ ചർച്ചിൽ പോകുന്നവരെല്ലാവരും, നിങ്ങൾ ആരെ വിളിച്ചു ചോദിച്ചാലും അവർ പാസ്റ്ററുടെ ആ ഒരു കപ്പാസിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് അവർ ആശ്രയിക്കുന്ന കർത്താവിനെയല്ല, ഈ പാസ്റ്ററുടെ പ്രാർത്ഥിച്ച് വിടുതൽ തരാനുള്ള കഴിവിനെയാണ്. വേറൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ അവർക്ക് അത്ര ഒരു കോൺഫിഡൻസ് ആവത്തില്ല. ഇപ്പൊ തങ്കബ്രദറിന്റെ അടുത്ത് പോകുന്ന ഒരാൾക്ക് അയാൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് വേറെ ആര് പ്രാർത്ഥിച്ചാലും ഇല്ല. കാരണം ഈ ദൈവത്തിന്റെ അടുത്ത് നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക പ്രവേശനം ഈ മനുഷ്യനുണ്ട് എന്ന് എങ്ങനെയോ ഇവരെ അവർ ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതിനകത്ത് വഞ്ചന എന്താന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. എനിക്കൊരു വിഷയം ഉണ്ടായതുകൊണ്ട് ഞാൻ ചെന്ന് കർത്താവ് പറയുന്നത്, എന്റെ കർത്താവേ എനിക്കൊരു പ്രശ്നമുണ്ട്, എന്നെ സഹായിക്കണേ. ഇപ്പൊ കർത്താവ് പറയുന്നു പോരാ, പ്രാർത്ഥന ശരിയായി. ഞാൻ പറയാം, കർത്താവ് യേശുക്രിസ്തു എന്ന മധ്യസ്ഥനിലൂടെ ഞാൻ കടന്നു വരുന്ന കർത്താവ് എന്നെ സഹായിക്കണേ. പോരാ, ശരിയായില്ല. ഞാൻ ഉടനെ എന്റെ സഭയിലെ പാസ്റ്റർ എന്ന അഭിഷിക്തന്റെ അടുത്ത് ചെല്ലുന്നു. ന്യൂ ജനറേഷൻ, പുള്ളി ഭയങ്കരമായ ആള്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറയുന്നു, ഒരു പ്രശ്നം ഉണ്ടെന്ന് പ്രാർത്ഥിക്കും. അപ്പൊ പുള്ളി എന്ന് കർത്താവേ യേശുവിന്റെ നാമം. ഓക്കെ, സാങ്ഷൻ. അപ്പൊ ഇത്രയും നേരം ഈ പ്രാർത്ഥന കേൾക്കാതിരുന്ന ആരില്ലാഞ്ഞോണ്ടാ? ക്രിസ്തു ഉണ്ട്, പോരാ. ഞാനുണ്ട്, പോരാ. കൃപാസനമുണ്ട്, പിതാവുണ്ട്, പോരാ. എന്തായിരുന്നു കുറവ്? ഈ മനുഷ്യന്റെ അഭിഷേകം. ഇതാണ് ഈ മധ്യസ്ഥന്മാരുടെ കളികൾ. അപ്പൊ നമുക്ക് കർത്താവിന്റെ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇവരങ്ങ് എടുത്തു മാറ്റിയിട്ട് വീണ്ടും ഒരടിമ മുഖത്തിൽ നമ്മളെ കുടുക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഈ കൾട്ടുകൾ ചെയ്യുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കുടിൽ വ്യവസായമായി ആരംഭിക്കുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വളർന്ന് അവരെല്ലാം ധനവാന്മാരായി വീടും കാറും ബംഗ്ലാവും, വീടും കാറും എല്ലാവർക്കും വേണമായിരിക്കും, ബംഗ്ലാവുകളും കോടിക്കണക്കിന് അസറ്റുകളുമായിട്ട് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ പാവങ്ങളെ ഫീഡ് ചെയ്തും ഞെക്കി പിഴിഞ്ഞുമാണ്. ഈ കൾട്ടുകളുടെ ഈ ദുർവേശങ്ങളുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ചർച്ചിന് ഒരു ആസ്ബസ്റ്റോസ് ഷീറ്റ് ഇടണമെങ്കിൽ വരെ അവർ പിരിക്കും. നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യൂ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അല്ലെ? പക്ഷെ നമുക്കൊരാവശ്യം വന്നാൽ എന്നാ പറയവര്? നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറയും. അപ്പൊ അതിനർത്ഥം എന്താ? അതിനർത്ഥം എന്താ? നമ്മുടെ ഒരു കാര്യവും നമ്മൾ പ്രാർത്ഥിക്കൂല, അത് നിങ്ങൾ പിരിച്ചു തന്നെ തരണം. കാരണം ബേസിക്കലി എന്താ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ആളാണെന്ന് ഈ നിന്ന് പറയുന്നവർക്ക് ഒരു വിശ്വാസവും ഇല്ല. തുടർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ പൈസ കൊണ്ടുവന്ന് നമ്മൾ ചർച്ച് പണിയുമല്ലേ, നിങ്ങൾ എത്ര രൂപ തരും? നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇത്രയുമാണ് പ്രതീക്ഷിക്കുന്നത്. അയ്യോ പാസ്റ്റർ, ഇല്ലല്ലോ പാസ്റ്ററെ. അന്നേരം പറയും അത് പറഞ്ഞാൽ പറ്റത്തില്ല അച്ചായൻ ഇല്ലെങ്കിൽ നമ്മൾ, കർത്താവില്ലെങ്കിലും കുഴപ്പമില്ല, അച്ചായനില്ലാതെ നമ്മൾ അച്ചായൻ വിചാരിക്കും കർത്താവിനേക്കാളും വലുതായിട്ട് എന്നെ ബഹുമാനിക്കുന്ന ഒരാളല്ലേ, കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തേക്കാം. ഇങ്ങനെ പോയി സോപ്പിട്ടും മണിയടിച്ച് ഈ പൈസ എല്ലാം വാങ്ങി ഇവര് വലിയ കെട്ടിടങ്ങൾ വെക്കുന്നു. പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പം, ഒരാൾ ദാരിദ്ര്യത്തിലാവുമ്പം അവർ വന്നിട്ട് എന്താ പറയുന്നറിയോ? നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ ശപിക്കപ്പെടും, എന്തോ ശാപം കുരുങ്ങി കിടക്കുകയാണ്, ഓക്കെ, അതുകൊണ്ടാണ് ഇത് രക്ഷപ്പെടാത്തത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, വിശ്വസിച്ചാൽ ഈ ബന്ധനം അഴിയും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സഭ പണിയാൻ പൈസ ഇല്ലാതെ പോയത്? ആ ബന്ധനം ഒരിക്കലും അഴിയാനുള്ള ബന്ധനമേ അല്ല. കാരണം എന്താണ്? അവർ ഓൾറെഡി കെട്ടപ്പെട്ടിരിക്കുന്നു, അത് ഒരിക്കലും അഴിയാൻ പോകുന്നില്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? മനസ്സിലായോ? അപ്പൊ ഈ പൈസ എല്ലാം ഇവർ ചോദിക്കുമ്പോൾ ഇവരുടെ ഒരു ആവശ്യം വരുമ്പോഴാണ് ചോദിക്കുന്നത്. എന്നാൽ ഒരു പാവപ്പെട്ടവന്റെ ഒരു ആവശ്യത്തിന് ഒരു 5 രൂപ എടുക്കാം. ഈ വ്യവസ്ഥയിൽ വഴിയില്ല. കാരണം വർഷിപ്പ് വരെ ടിവിക്കകത്ത. ഇപ്പൊ പാവപ്പെട്ടൻ ഉണ്ടോന്ന് പോലും ആർക്കും അറിയത്തില്ല. ആകെ അറിയാവുന്ന അപ്പുറത്ത് കീബോർഡ് വായിക്കുന്നവരുണ്ടെന്ന് മാത്രം അറിയത്തുള്ളൂ. ഇതിന് വലിയൊരു ലോകമുണ്ടെന്നും അവിടെ ആൾക്കാർ ആഹാരമില്ലാതെ നടക്കുന്നുണ്ടെന്നും ജോലിയില്ലാതെ ഉണ്ടെന്നും അവരിലേക്ക് എത്തേണ്ട പണമാണ് ഞാൻ പിഴിഞ്ഞ് ഊറ്റിയെടുക്കുന്നതെന്നുള്ള കാര്യം ഈ നിൽക്കുന്നവർക്ക് ആർക്കും ഒരു സുബോധം പോലും ഇല്ല. ഇങ്ങനെയാണ് മനുഷ്യരെ അന്ധരാക്കി കൾട്ടുകൾ വളരുന്നത്.
ഞാൻ പറയുന്നത് നിങ്ങൾ അഭിഷിക്തന്മാരെന്ന് പറഞ്ഞു വരുന്നവരെ പോയി തൊടണം, ചോദിക്കണം എന്താ ഈ പരിപാടി എന്ന് ചോദിക്കണം. അതിന് ധൈര്യമുള്ള ആളുകൾ ഉണ്ടായെങ്കിൽ ഈ ബിസിനസ് കൂട്ടുള്ളൂ. ഇത്രയും ഞാൻ പറയണമെന്ന് വിചാരിച്ചില്ല. ഈ കൾട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് കർത്താവ് സ്വതന്ത്രരാക്കിയവരെ വീണ്ടും വീണ്ടും അടിമനുഭവത്തിൽ കുരുക്കിയിട്ട് അതിനകത്ത് ഒരു ലജ്ജയുമില്ലാതെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോയി അയ്യോ ആ പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്ന കാണുമ്പോൾ ശരിക്കും ലജ്ജാകരം എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കുറച്ചൊരു സുബോധത്തോടെ ചിന്തിച്ചറിയാൻ മേലെ കർത്താവ് സ്വതന്ത്രരാക്കിയവർ സാക്ഷാൽ സ്വതന്ത്രരാണ്. അവരാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവർ സ്വാതന്ത്ര്യത്താൽ, യഥാർത്ഥ സ്വാതന്ത്ര്യത്താൽ സ്വതന്ത്രരായവർക്ക് ആകാശം കാണാൻ ആർക്കും ടിക്കറ്റ് എടുത്ത് പൈസ മുടക്കി ടിക്കറ്റ് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, നേരെ നോക്കിയാൽ പോരെ. അപ്പൊ സകലത്തിനും മീതെ ഉയർത്തപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് എന്തിനാണ് ഇത്തരം ഫോർമാലിറ്റി, ഇത്തരം മധ്യസ്ഥന്മാർ? പണ്ട് ഫേസ്ബുക്കിൽ ഒരാൾ പറഞ്ഞാണ്, കത്തോലിക്കർക്ക് മരിച്ചുപോയ വിശുദ്ധന്മാരെ വെച്ചാണ് തട്ടിപ്പുകൾ, പെന്തക്കോസ്തുകാർക്ക് ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാരെ വെച്ചാണ്. ഈ രണ്ടുപേർക്ക് ഈ മധ്യസ്ഥന്മാരില്ലാതെ പരിപാടി നടന്നില്ല. ബാക്കി ഒരു സഭയ്ക്ക് ഈ മധ്യസ്ഥന്മാരുടെ പരിപാടി ഇല്ല. അതായത് കത്തോലിക്കർ, യാക്കോബ ട്രഡീഷണൽ ചർച്ചുകൾ, പിന്നെ പെന്തക്കോസ്ത്, ഇവർക്ക് മാത്രമേ മധ്യസ്ഥന്മാരുള്ളൂ. ബ്രദറുകാർക്ക്, CSIക്കാർക്ക്, ബാപ്റ്റിസ്റ്റുകാർക്ക് ഒന്നും മധ്യസ്ഥന്മാരില്ല. ഞാൻ പ്രാർത്ഥിച്ചാലെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കരിസ്മാറ്റിക് ഗ്രൂപ്പും പെന്തക്കോസ് ഗ്രൂപ്പും തമ്മിൽ ഉള്ള ഒരു വലിയ സദൃശ്യം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ അടുത്ത് നിങ്ങൾക്ക് ആർക്കും ഡയറക്റ്റ് ചെല്ലാൻ പറ്റില്ല, അതിന് പൈസ കൊടുത്ത് അനോയിന്റഡ് ആൾക്കാരെ വിളിച്ചുകൊണ്ട് ചെല്ലണം എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ്സാണ് ഈ സ്പിരിച്വൽ ബിസിനസ് എന്ന് പറയുന്ന സാധനം. അറ്റ്ലീസ്റ്റ് ഇത്തിരി വിവരമുള്ളവരെങ്കിലും ഈ ഒരു സാധനത്തിനെതിരെ നിൽക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും ഇത്ര ഞാൻ പറഞ്ഞേക്കാണ്. ഓക്കെ, അപ്പൊ കൾട്ടുകളുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ കൺട്രോളാണ്. ഭയം വെച്ച് അവർ നമ്മളെ നിയന്ത്രിക്കുകയും നമ്മള് എന്താ പറയുന്നത്, അഭിഷിക്തനെ തൊട്ടാൽ, അപ്പം പ്രത്യേകിച്ച് ഇവർ ശപിക്കുന്ന, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഒരു വിശ്വാസി ശപിച്ചത് ഇങ്ങനെ, നിങ്ങളുടെ കുടുംബത്തിന് ഗതി പിടിക്കാതെ പോകും കേട്ടോ എന്നാ പറഞ്ഞു. അപ്പൊ ഈ സഹോദരിമാർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവർ പെട്ടെന്ന് മക്കളെ ഓർത്തിട്ട് അവർ പറയും, എന്റെ മക്കൾക്കൊന്നും വരുത്തല്ലേ കർത്താവി. അപ്പൊ പേടിയാ. ആരെയാ പേടി? ഈ മനുഷ്യരെ പേടിയാ. ഈ മനുഷ്യരെ ഭയപ്പെട്ടിട്ട് നമ്മൾ ഉടനെ പിള്ളേരെ ഓർക്കും, ഈ പിള്ളേർക്ക് എന്തെങ്കിലും വരുമോ? ഇങ്ങനെയാണ് ഈ ഭയത്തെ വെച്ച്, ഭയം തിന്നാണ് ഈ മതം ഇങ്ങനെ പെരുകുന്നത്. മനുഷ്യന്റെ ഭയത്തെ ഫീഡ് ചെയ്ത് നിങ്ങളൊരു ആവറേജ് ഒരു വിശ്വാസി ഈ ചർച്ചകളിൽ പോയിരിക്കുന്ന ഒരു വിശ്വാസിയോട് വിളിച്ചു ചോദിച്ച് അവരെന്ത് തെറ്റ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറയാണ്, ഒരു സഹോദരൻ ആണോ സഹോദരിയാണെന്ന് മറന്നുപോയി. സഹോദരൻ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചൂടെ? അയ്യോ ഞങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചു ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും. ഇത് കർത്താവിന്റെ സഭയാണോ? ഇത് യേശു കർത്താവ് ഇതാണോ പഠിപ്പിച്ചത്? എന്താ ഈ സംഭവം? ഇത് കാണുമ്പോൾ നമുക്കൊരു വേദന തോന്നാത്ത എന്തൊരു അത്ഭുതമാണ്. ഇങ്ങനെ മനുഷ്യരെ അടിമകളാക്കി അത് ബിസിനസ്സാക്കി പെരുക്കി, അല്ലെ? അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേദന ഉണ്ടാകണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. പിന്നെ ഇവർക്കെല്ലാം അവരവരുടെ ഗുണ്ടാസംഘങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിക്കുഴിയിലാണ് നാളത്തെ ക്ലാസ്സുകൾ. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സബ്മിഷൻ, എക്സ്ക്ലൂസിവിറ്റി, ഇതൊക്കെ നമ്മൾ കണ്ടത്. അതായത് നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പോക്കാണ് എന്ന് പറയും. പിന്നെ പണ്ട് തങ്കു ബ്രദർ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ക്രിസ്തു പരാജിതനാണ് ക്രൂശിലെന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു പുനരുത്ഥാനത്തിന്റെ വിക്ടറിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് പുള്ളി അത് പറയുന്നെന്നുള്ള കാര്യം. ഇന്ന് ഈ തങ്കു ബ്രദറിന്റെ കൂടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരാള് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു. അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നുള്ള കാര്യം. ആ വാട്സാപ്പ് മെസ്സേജ് എന്റെ കയ്യിലുണ്ട്, ഞാനത് പോസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളെ വേണമെങ്കിൽ കേൾപ്പിക്കാമായിരുന്നു, പക്ഷെ ഇപ്പൊ കേൾപ്പിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ്, ശരിക്കും തങ്കു ബ്രദറിന്റെ ആളുകൾ അവരുടെ ശുശ്രൂഷകരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തു ക്രൂശിൽ പരാജയപ്പെട്ടിട്ട് യേശുക്രിസ്തുവിന്റെ ആത്മാവ് നരകത്തിലേക്കാണ് പോയത്. അവിടെ സാത്താൻ യേശുക്രിസ്തുവിനിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ കർത്താവ് ഒരു ആട്ടിൻകുട്ടിയെ പോലെ ആയിരുന്നു. ഇത് ശുശ്രൂഷകരെ പഠിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിതാവ് പറഞ്ഞു മതി അവനെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞു. അതോടുകൂടി സാത്താൻ പിൻവാങ്ങി. അപ്പോൾ കർത്താവ് ഒരു ഗർജിക്കുന്ന സിംഹമായി മാറി പുനരുത്ഥാനം ചെയ്തു. എന്നിട്ട് ഇവരെല്ലാം മുക്കറയല്ല ഈ ഗർജിക്കുമായിരുന്നു. ഞങ്ങളിപ്പോൾ യഹൂദയിലെ സിംഹം ഗർജിക്കുന്നു പറഞ്ഞിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഗർജിക്കുമായിരുന്നു. ഇന്നാണ് അതിന്റെ ഉള്ളുകളിൽ ഇതായിരുന്നു ആ ഡോക്ടറിന് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കും. നമ്മുടെ ചുറ്റും പറന്നു പിടിച്ചിരിക്കുന്ന ഒന്നും രണ്ടും അല്ല. ട്രഡീഷണൽ ഗോസ്പലിന്, അതായത് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉപദേശത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനെ അന്വേഷിച്ചാണോ നമ്മൾ നടക്കുന്നുള്ളതാണ്.
ഞാൻ CSIയിലെ പല അച്ഛന്മാരും പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോണം, നിങ്ങളുടെ പിള്ളേരെ അടിച്ചുകൊണ്ട് പോകുന്നത് കർത്താവിന്റെ നാമത്തിലല്ല, മാമോന്റെ നാമത്തിലാണ്. ഒരാൾ ക്രിസ്തുവിനെ അന്വേഷിച്ച് എങ്ങോട്ട് പോയാലും സാരമില്ല, പക്ഷെ ഇവരെ കൊണ്ടുപോകുന്ന മുഴുവൻ ഇങ്ങനെയുള്ള കൾട്ട് ഗ്രൂപ്പുകളാണ്. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടത് എന്താ, മറ്റുള്ളവരെ കുടുംബങ്ങളുമായിട്ട്, ഇവിടെ ഒരു എംബറർ ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു കൾട്ടുണ്ട്, അതിനകത്ത് പോയി ചാടി കഴിഞ്ഞാൽ പിന്നെ മറ്റു ആൾക്കാരുമായിട്ട് മിണ്ടാൻ സമ്മതിക്കില്ല. അതായത് സ്വന്തം വീട്ടുകാരുമായിട്ട് സംസാരിക്കാനോ കൂട്ടായ്മയോ പിന്നെ ഇല്ല. കൂട്ടുകാർ പറഞ്ഞു അവരെല്ലാം നശിച്ചു പോകേണ്ടവരാണ്, നമ്മൾ സ്പെഷ്യൽ ഗ്രൂപ്പാണ്. സഹോദരങ്ങളെ, നമ്മൾ പാപികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടവരാണ്. നമ്മളൊരു സ്പെഷ്യൽ ഗ്രൂപ്പും അല്ല. സ്പെഷ്യൽ ഗ്രൂപ്പ് നമ്മുടെ ആന്തരികമായ വിശുദ്ധീകരണത്തിനായിട്ടുള്ള വേർപാടാണ്. അതല്ല, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാ സഹോദരങ്ങളെ സ്നേഹിക്കും, പ്രത്യേകിച്ച് അവിശ്വാസികളായിരിക്കുന്നവരുടെ അടുത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കൂടുതൽ പ്രദർശിപ്പിക്കുകയും വേണം, കോംപ്രമൈസ് ചെയ്യാതെ. ഓക്കെ. പിന്നെ ഈ കൾട്ടിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ നമ്മൾ പറഞ്ഞത് ലവ് ബോംബിംഗ് എന്ന വിഷയമാണ്. ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ലവ് എന്ന ബോംബ് പൊട്ടിക്കുക. അതായത് ഇവരങ്ങ് വല്ലാതെ അങ്ങ് സ്നേഹിച്ചു കളയും. നമുക്ക് അവരോട് ഭയങ്കര സ്നേഹമായി പോകും. എന്തെങ്കിലും രോഗം വരുവാണെങ്കിൽ ശുശ്രൂഷിക്കാൻ വരുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, മരുന്ന് മേടിച്ചു തരുന്നു. പൈസ മുടക്കില്ല, പൈസ മുടക്ക് മാത്രമല്ല, ബാക്കി എല്ലാ പണികൾക്കും കൂടെ നിന്നങ്ങ് സ്നേഹിച്ച്, നമ്മൾ ഇത് പൊട്ടത്തരവാണെന്നും കള്ളത്തരവാണെന്ന് മനസ്സിലായാലും ഇതിനകത്ത് വെളിയിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മളെ ഒരു കുരുക്കിക്കളയും. ഇതിനാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവസാനം ഈ തെറ്റാ പോയേക്കാന്ന് മനസ്സിൽ തോന്നുമ്പോൾ, എന്നാലും നമ്മൾ എത്ര സ്നേഹിച്ചത്, അവർ നമുക്കൊരാവശ്യം വന്നപ്പം അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൂടെ നിൽക്കാൻ. ഓർമ്മയുണ്ട്? ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരാവശ്യം വന്നപ്പോൾ ആ കൾട്ടുകാർ മാത്രമേ ഞങ്ങളുടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിനേക്കാൾ കൂടുതൽ ഈ കൾട്ടിനെ സ്നേഹിക്കുന്നു. കർത്താവ് എന്നെ കാൽവരി ക്രൂശിൽ രക്തം തന്ന് രക്ഷിച്ചതിനേക്കാളും വിലയാണ് 2 ദിവസം അവരെനിക്ക് ആശുപത്രിയിൽ കൂട്ടിരുന്നതിന്. അത് ഞാൻ മറന്നാലും ഇത് ഞാൻ മറക്കൂല. എങ്ങനെയുണ്ട്? ഇതാണ് കൾട്ടുകളുടെ ലവ് ബോംബിംഗ് എന്ന് പറയുന്ന സാധനം. ഓക്കെ. ഇനി വേറൊരു കാര്യം ഈ സ്പെഷ്യൽ നോളജ് ആണ്. അതായത് സ്പെഷ്യൽ ശക്തിയെ കുറിച്ച് നമ്മൾ, ഇവർക്കെല്ലാം ഓരോ സ്പെഷ്യൽ ശക്തികളുണ്ട്. അങ്ങോട്ട് വരുന്നു. ഈ സ്പെഷ്യൽ നോളജ്, അതായത് ബൈബിളിൽ ഒന്നും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റാത്ത ചില നോളജുകൾ. ഇന്നലെ നമ്മൾ പഠിച്ച ഗേറ്റ് കാലത്ത് അങ്ങനെയാണ്. ബൈബിളിൽ എവിടെ നോക്കിയാലും ഫിലമോൻ വരെയാണ് നമുക്കുള്ളത്, നമുക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് അത് എങ്ങനെയാണ് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. അതായത് ബൈബിൾ മുഴുവൻ നോക്കിയാലും ഈ റോമാലേഖനം മുതൽ ഫിലമോന്റെ ലേഖനം വരെ ഉള്ളത് മാത്രമേ എനിക്കുള്ളതുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വേറെ ഉള്ളവർക്കുള്ളതാണ് എന്ന് പൗലോസ് എന്നൊരു ഒറ്റ അപ്പോസ്തലൻ മാത്രം എനിക്കുള്ളത്. എനിക്ക് എത്ര വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പ്രത്യേകിച്ചും ഈ കോവിഡിന്റെ സമയത്ത് എല്ലാവരും മുറിയടച്ച് വീട്ടിലിരുന്നപ്പം കർത്താവിന്റെ ആത്മാവ് എന്നെ കാണിച്ചെന്ന് പത്രോസിന്റെ ലേഖനമാണ്. ശരിക്കും പത്രോസിന്റെ ലേഖനമാണോ വയലിലെ പൂ പോലെ വാടുന്ന ഈ ലോകത്തിന്റെ ഗ്ലോറി ഒന്നുമില്ലെന്നും നിത്യം ആ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ നിത്യമായ അവകാശം ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത പുരോഹിത വർഗമായി നമ്മെ അവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വിശിഷ്ട ജാതി, ഇതൊക്കെ നമ്മളെ എന്തുമാത്രം ആശ്വസിപ്പിക്കുന്ന വചനം. ഇത് നമ്മളെ അല്ലത്രേ, ഇതൊക്കെ യഹൂദന്മാരെയാണ്. ഞാൻ എത്ര വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് നമുക്കുള്ളതല്ലെന്ന് എങ്ങനെയാ പറയുന്നത്. പക്ഷെ അവർക്ക് എങ്ങനെയോ മനസ്സിലായി, അല്ലെ? അതിനാണ് ഈ സ്പെഷ്യൽ നോളജ് എന്ന് പറയുന്നത്. അത് വേറെ ആർക്കും മനസ്സിലാകാത്ത ചില വെളിപ്പാടുകളെ ഇവർക്ക് കർത്താവ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നു. ആ വെളിപ്പാടുകളെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ സഭ ഉണ്ടാക്കുന്നത്. ചില പാസ്റ്റർമാർ ഇങ്ങനെ പറയാറുണ്ട്, അത് എന്നോട് ദൈവം പ്രത്യേകമായിട്ട് പറഞ്ഞതാ പാസ്റ്ററെ. ഞാൻ പറയും, നല്ല കാര്യം, നിങ്ങളത് ചെയ്തോ, വേറൊരുത്തിനോട് മിണ്ടിയേക്കരുത്. ചില ആൾക്കാർ വന്ന് ഇങ്ങനെ പറയല്ലേ, ഞാൻ സ്വർഗത്തിൽ പോയി, മരിക്കാറായിരുന്നു, മരിച്ചു കിടന്നുകൊണ്ടിരുന്നു, മരിച്ചു കഴിഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ചെന്നു, അവിടെ പോയി ഭയങ്കര രസകരമായ സ്ഥലം, ഞാൻ അവിടെ ഇങ്ങനെ, അതിന്റെ വർണ്ണനകളൊന്നും എനിക്ക് അങ്ങനെ വർണ്ണിക്കാൻ അറിയത്തില്ല. പണ്ടൊക്കെ കുറച്ച് സാഹിത്യമൊക്കെ മനസ്സിൽ വരുമായിരുന്നു. ഇപ്പം ഓർമ്മക്കുറവായതുകൊണ്ട് വാക്കുകൾ, പദസമ്പത്തുകളൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്രയൊന്നും പറയാൻ പറ്റില്ല. ഇവരിങ്ങനെ തങ്ക ഗോപുരമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കർത്താവ് പറഞ്ഞു, നീ തിരിച്ചു പോക്കോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ സാക്ഷ്യം? നീ തിരിച്ചു പോക്കോ. പുസ്തകം. അപ്പം കർത്താവേ, ഞാൻ തിരിച്ചു പോകലും, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, മര്യാദയ്ക്ക് തിരിച്ചു പോക്കോ എന്ന് പറഞ്ഞ് തിരിച്ചു വിടുമ്പം ഇവർ കണ്ണ് തുറന്നു വരും. അപ്പൊ ഇങ്ങനത്തെ അനുഭവങ്ങൾ പലരും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കൊള്ളാം, പറഞ്ഞോ, പക്ഷെ വെളിയിൽ പറയരുത്. കാരണം ഇതൊന്നും നിങ്ങൾ സ്വപ്നം കണ്ടതാണോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഭ്രമം ഉണ്ടായതാണോ, അതോ തലയ്ക്ക് വല്ല അടിയും കിട്ടിയതാണോ, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അത് വേദവചനത്തിൽ ഇല്ലാത്തിടത്തോളം കാലം അത് ആധികാരികമല്ല. നിങ്ങൾ അനുഭവിച്ചെങ്കിൽ നല്ല കാര്യം. ആരെങ്കിലുമായിട്ട് വീട്ടിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ സഭയിൽ വന്നിരുന്ന ഈ പണികൾ പറയരുത്. കാരണം ആധികാരികമല്ല. ഓരോരുത്തരുടെ അനുഭവം ഓരോന്നാണ്. അത് വെച്ച് ഞാനൊരു സഭ തുടങ്ങാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? എന്നോട് ചോദിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ 40 പ്രാവശ്യം പോയിട്ടുണ്ട്.
പുള്ളി പറഞ്ഞതാ. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു അവിടെ മൃഗങ്ങളുണ്ട്, യാക്കോബക്കാരുണ്ട്, കത്തോലിക്കരുണ്ട്, അപ്പൊ ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളി പോയിട്ടെന്നുള്ള ഉറപ്പാണ്, പക്ഷെ സ്വർഗമല്ല, വേറെ ഓരോ സ്ഥലമാണ്. അവിടെ പുള്ളി പോയിട്ടുണ്ട്, പക്ഷെ അത് സ്വർഗമാണെന്നാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത്. പുള്ളി എന്ന് പറയാം നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും, ബ്രദർ പോയി. അപ്പൊ എനിക്ക് ഇതുവരെ പോയിട്ടില്ലെന്ന്. എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെയുള്ള ആത്മീക അനുഭവങ്ങളും എക്സാമ്പിൾസും കർത്താവ് എന്നെ സ്പെഷ്യലായിട്ട് പഠിപ്പിച്ചു. ഇത് നിങ്ങൾക്ക് ഉള്ളതല്ല, എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കാൻ വരുന്ന സകലരെയും ഓർത്തോണം. ഇങ്ങനെയാണ് കൾട്ടുകൾ സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ. അതുപോലെ ഞാൻ ഈ കൾട്ടുകളുടെ എല്ലാ പേര് പറഞ്ഞു, ഗേറ്റ് മിനിസ്ട്രീസിന്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ കാരണം എന്താ പറയുക, നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുമായിരിക്കും ഞാൻ പല പേരുകളും രാവിലെ TPM-ന്റെ കാര്യം പറഞ്ഞു, ഓക്കെ, പക്ഷെ അത് എന്തുകൊണ്ട് ഈ രണ്ടിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൾട്ടുകളൊക്കെ ഏതാണ്ട് ചത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. ഇതിപ്പോ ജീവനോട് ഇരിക്കുകയും വ്യാപിക്കുകയും ചെയ്യുന്ന, നമ്മളിപ്പോ ഡെൽറ്റ വേരിയന്റിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒമിക്രോൺ വേരിയന്റ് പറഞ്ഞു പിടിക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുള്ളൂ? ഒമിക്രോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുള്ളൂ, അല്ലെ? നമ്മൾ ആദ്യത്തെ കോവിഡ് വകഭേദം കുറിച്ച് ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ഇപ്പം പ്രതിരോധം എടുക്കേണ്ടത് ഒമിക്രോണിനെതിരെയാണ്. അപ്പം അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും പേര് പറയുന്നില്ല, ഇപ്പം അപകടകാരികളായി വളരുന്ന കാര്യങ്ങളെ മാത്രമേ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ച, ഒരു കൾട്ടിൽ നിന്ന് ഒരു 500 പേരുള്ള ഒരു കൾട്ടിനകത്ത് 400 പേര് പിരിഞ്ഞു പോയാൽ അവരെന്നാ ചെയ്യുന്നറിയോ? അവരുടനെ പ്രസംഗം മാറ്റും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, 100 പേരുള്ളൂ, അതങ്ങനെയാക്കും. എന്നാൽ കർത്താവിന്റെ കൂടെ നിൽക്കാൻ 12 പേര് പോലും ഇല്ലായിരുന്നു, നമുക്ക് 100 പേരുള്ളതിനായിട്ട് സ്വതന്ത്രം. അത് മതി അവർക്ക്. കൾട്ടിന് എവിടെയെങ്കിലും ആരെയെങ്കിലും കൺട്രോൾ ചെയ്താൽ മതി. ഈ കൾട്ട് സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള ചില പ്രവാചകന്മാരുണ്ട്, പ്രത്യേകിച്ചും പ്രവാചകിമാർ. ശ്രദ്ധിച്ചോ, ഈ പ്രവാചകന്മാർക്ക് അത്രയും കൺട്രോളിങ് സ്വഭാവം ഇല്ല. ഈ പ്രവാചകിമാർക്ക് ഭയങ്കര കൺട്രോളിങ് സ്വഭാവമാണ്. അതായത് എനിക്ക് ദൈവത്തിൽ നിന്ന് എന്തോ അരുളപ്പാടുണ്ടെന്നുള്ള രീതിയിൽ ഇവർ സകല മനുഷ്യരെ കൺട്രോൾ ചെയ്യും. നീ ചെയ്യുന്നത് ശരിയല്ല, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. കേട്ടിട്ടുണ്ടോ ഇത്? ഈ പ്രവാചകന്മാരുടെ ഇടയിൽ ഭയങ്കര ഒരു സ്പിരിറ്റാ. മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്ന അവർക്ക് സമാധാനമില്ല. ഈ കൺട്രോളിങ്, വേറൊരാളുടെ സ്പിരിച്വാലിറ്റിയെ അൺഹെൽത്തി ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതൊരു കൾട്ടിന്റെ ലക്ഷണമാണെന്നുള്ളതാണ്. ഈ കൾട്ട് സ്വഭാവം ഒത്തിരി ആൾക്കാരുടെ ഇടയിലുണ്ട്. പിന്നെ ആരും നമ്മൾ അവരെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഈ കൾട്ടുകളൊന്നും വളരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഈ പറയുന്ന സ്പെഷ്യൽ ശുശ്രൂഷ ഉണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ ഒരു കൾട്ടുണ്ട്. പക്ഷെ ആൾക്കാർ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ഈ കൾട്ട് വളരാതെ പോകുന്നതാണ്. 4 പേര് പുകഴ്ത്തി കൊടുത്താൽ ഈ കൾട്ട് ഭയങ്കര സ്പീഡിൽ വളർന്നോളും. ഓക്കെ. അപ്പോൾ ഇവർക്ക് ഈ സ്പെഷ്യൽ ഇൻഫർമേഷൻ കിട്ടുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരുത്തിനെതിരെ പുസ്തകത്തിൽ നിന്നായിരിക്കും. അങ്ങനെ ആരും പക്ഷെ വെളിയിൽ പറയൂല. കാരണം വെളിയിൽ പറഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് പോകും. പിന്നെ എന്ത് പറയുള്ളൂ? കർത്താവ് എനിക്ക് കാണിച്ചു തന്നേ പറയുള്ളൂ. ഈ കർത്താവ് ആരാന്നറിയോ? അപ്പുറത്തിരുന്ന പുസ്തകം എഴുതിയ ആള്. അപ്പോൾ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന, അല്ലെ വിഷനായിട്ട് കിട്ടിയെന്ന് പറയുന്ന എല്ലാ ഈ കൾട്ടുകളുടെ ലക്ഷണങ്ങളാണ്. ഓക്കെ. ഈ സ്പെഷ്യൽ നോളജിനെ, അതായത് ഇപ്പൊ യഹോവ സാക്ഷികൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ ഒരൊറ്റ വിഷയം പറയുള്ളൂ. ഏതാ? യേശുക്രിസ്തുവിന്റെ ദൈവത്വം. യേശുക്രിസ്തു ദൈവമല്ല, സൃഷ്ടിയാണ്. ഈ ഒരൊറ്റ വിഷയം പറഞ്ഞ് സാധാരണഗതിയിൽ ഈ യഹോവ സാക്ഷിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദ്യം ചോദിക്കണം. ആദ്യകാലത്ത് മുസ്ലിങ്ങൾ അങ്ങനെയായിരുന്നു, നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ബൈബിളിനെ കുറിച്ച്. അപ്പൊ മുസ്ലിങ്ങളുടെ പുസ്തകം ആർക്കും അറിയാൻ വേണ്ട, ആരും അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നില്ല. നമ്മൾ മറുപടി പറഞ്ഞു മടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ മറുപടി പറഞ്ഞു മടുത്തിരിക്കുക. കുറെ നേരം കഴിഞ്ഞപ്പോ കുറെ ക്രിസ്ത്യാനികൾ എന്നിട്ട് ഈ ഖുറാൻ അങ്ങ് പഠിച്ചിട്ട് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോ അവരും മറുപടി പറഞ്ഞ് മടുത്തു. യഹോവ സാക്ഷിയിൽ ഇങ്ങോട്ട് വന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ദൈവം എത്ര പേരുണ്ട്? അപ്പൊ അങ്ങോട്ട് കുറെ ചോദിക്കണം. സിമ്പിളാ. 1914 എന്ത് സംഭവിച്ചു? മറ്റൊരു ചോദ്യം. നമ്മുടെ പണ്ടത്തെ എന്താ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കല്ലേ, 1945 എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുന്ന പോലെ 1914 എന്ത് സംഭവിച്ചു, 1928 എന്ത് സംഭവിച്ചു? 2 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ആ വഴി അങ്ങ് പൊക്കോളും. കാരണം ഈ 1914 കർത്താവ് വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ല. അതുപോലെ 1928 വരുന്നവർ പുതുക്കി പറഞ്ഞിട്ടും 1928 വന്നില്ല. അതുകൊണ്ട് അത്രയേ ഉള്ളൂ അവരുടെ സ്ഥിതി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ നോളജ് എടുത്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് പഠിപ്പിക്കുക, അത് ഒരു കൾട്ടിന്റെ ലക്ഷണമാണ്. നിങ്ങൾക്കറിയാമോ, ഈ യുസ്തുസ് യൂസുഫ് എന്ന് പറയുന്ന ഒരു പഴയ അച്ഛൻ ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. CSI പുസ്തകത്തിൽ ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്.
അദ്ദേഹം ഒരു ദിവസം ഒരു പ്രവാചകനാൽ വഞ്ചിക്കപ്പെട്ടു. ആ പ്രവാചകൻ പറഞ്ഞു 5.5 വർഷം കഴിയുമ്പോൾ കർത്താവ് വരുന്നു. പാട്ട് രൂപത്തിലാണ് പറഞ്ഞു. ഇപ്പൊ ഭയങ്കര ഒരു പ്രോഫസി വരുന്ന പോലെ പറഞ്ഞു 5.5 വർഷം കഴിയുമ്പോൾ. 5.5 വർഷം കഴിഞ്ഞ് കർത്താവ് വന്നില്ല. അവരെയാണ് നമ്മൾ അഞ്ചരക്കാരെന്ന് പറയുന്നത്. യൂയോമയം സഭ. ഈ യുസ്തുസ് യൂസഫ് എഴുതിയ അനേകം സൂപ്പർ പാട്ടുകൾ ഞാനും കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്, പാടാറുണ്ട്. ഭയങ്കര പാട്ടുകളാണ്. പക്ഷെ അദ്ദേഹത്തെ അവസാനം ഒരു പ്രവാചകൻ വഞ്ചിച്ചു. കൾട്ടുകൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു വിഷനിലൂടെയും ഏതെങ്കിലും ഒരു സ്പെഷ്യൽ നോളജിലൂടെയുമാണ് ഈ കൾട്ടുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി സാൽവേഷൻ, അതായത് ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഈ വിശ്വാസം സ്വീകരിക്കുന്നവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, പൗലോസിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എല്ലാവരും നശിച്ചു പോകുന്ന അവർ പറയുന്നത്. എങ്ങോട്ട് മടങ്ങി വരണം? ക്രിസ്തുവിലേക്കല്ല, പിന്നെയോ പൗലോസിലേക്ക്. ഓക്കെ, അത് അതിന്റെ വേറൊരു ലക്ഷണമാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ കൾട്ടുകളിലെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതിൽ പഠിപ്പിക്കാൻ കഴിവുള്ള കുറെ ആൾക്കാരെ അവർ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇവർ ഇത് പറഞ്ഞ് ടീമുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതൊരു ഗ്രൂപ്പ് ലേണിംഗ് ആയിരിക്കും. ഈ ഗ്രൂപ്പ് ലേണിങ്ങിലൂടെ ഇത് ശരിക്കും സ്പ്രെഡ് ആവും. ഇവരുടെ വീടുകളിൽ പോയിരുന്ന് പഠിപ്പിക്കും, അവിടെ ഇരുന്ന് പഠിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്നതിനേക്കാളും 100 ഇരട്ടി ഉത്സാഹത്തോടെയാണ് ഈ ആളുകൾ എന്ന് പറയാൻ നടക്കുന്നത്, അവരുടെ ഉപദേശം പഠിപ്പിക്കാൻ നടക്കുന്നത്. ഓക്കെ, അതും ഒരു പ്രത്യേകതയാണ്. പിന്നെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കില്ല, ലോജിക്കലായിട്ട് ചിന്തിക്കില്ല. ഈ കൾട്ടുകളുടെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് ഒരിക്കലും റാഷണൽ തിങ്കിങ് ഇഷ്ടമില്ല, യുക്തിയോടെ ആലോചിക്കാൻ ഇഷ്ടമില്ല. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിവിടെ ഇത്രയും രോഗശാന്തികൾ നടക്കുന്നുണ്ട്. ഇന്നേ വരെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ കണ്ണ് കാഴ്ച കാണുകയോ, കൈ മുറിഞ്ഞു പോയ ഒരാളുടെ കൈ ഉണ്ടായി വരികയോ, ഡയബറ്റിസ് ഒന്ന് കാല് മുറിച്ചു കളഞ്ഞ ഒരാൾക്ക് കാല് കർത്താവ് രണ്ടാമത് നൽകുകയോ? ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ കർത്താവ് എന്താ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യാതെ മുഴ മാറ്റുക, നടുവേദന മാറ്റുക, ഇങ്ങനെ പുറമേ കാണാൻ പറ്റാത്ത കാര്യങ്ങളിൽ മാത്രം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യുക്തിയോടെ ചിന്തിച്ചു നോക്കി. അപ്പൊ നിങ്ങൾ പറയാം അത്ഭുതങ്ങൾ ഇല്ല എന്നാണോ പറയുന്നത്? ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അത് ഓരോരോ കോണ്ടെക്സ്റ്റിൽ കർത്താവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാനും അതിന് സാക്ഷിയാണ്. അനേക അത്ഭുതങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. പക്ഷെ ഇന്ന് ഈ കൾട്ടുകൾ ഉയർത്തിവിടുന്ന ഈ ഫാൾസ് ഹീലിങ്ങിനകത്ത് ഒരിടത്ത് പോലും ഇങ്ങനെ ഒരു മിറക്കിൾ നമ്മൾ കാണാനേ ഇല്ല. വിസിബിൾ ആയിട്ടൊന്നും കാണാനില്ല. പോളിയോ പിടിച്ച ഒരാളുടെ കാല് നേരെയാകും, കാണുന്നില്ല. കാണുന്നുണ്ടെ നിങ്ങൾ എന്നെ അറിയിക്കണം എവിടെങ്കിലും. ഇത്ര രോഗശാന്തി നടക്കുന്ന സ്ഥലമാണല്ലോ. ഓക്കെ, അപ്പൊ ലോജിക്കലി ചിന്തിക്കാൻ പറ്റത്തില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള നിർബന്ധങ്ങൾ നമ്മുടെ മേൽ അവർ വെക്കുകയാണ്. അപ്പൊ പതുക്കെ എല്ലാവരും ആരായി മാറും? അടിമകളായി മാറും. നിങ്ങൾ ഈ ചർച്ചകളുടെ ഒരു പ്രത്യേകത ചിന്തിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ സഭയില് എല്ലാ അവയവങ്ങൾക്കും അതിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ അവയവങ്ങളെയും കർത്താവ് അങ്ങനെ അടുക്കി ഒരു സഭ ഉണ്ടാക്കുന്നു. എന്നാൽ ഇന്നത്തെ സഭകളിൽ ആരും വളരുന്നില്ല. എല്ലാവരും വിശ്വാസത്തിൽ വന്നപ്പോ എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ഇരിക്കുന്നു, കേൾക്കുന്നു, സ്തോത്രകാഴ്ച ഇടുന്നു, തിരിച്ചു പോകുന്നു. ഒരു പണിയുമില്ല. വചനം സംസാരിക്കാറില്ല, ശുശ്രൂഷയില്ല, കൃപാവരങ്ങൾ ഒന്നുമില്ല. ആകെ ഒരു പാസ്റ്ററുടെ കൃപാവരം മാത്രമാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു മനുഷ്യനിലേക്ക് വലിച്ചടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാനും ഈ റോയ് ബ്രദർ ഷായച്ചാനല്ലേ ഇൻഷുറൻസ് ഏജന്റുകളാണെന്ന് വിചാരിച്ചു. റോയ് ബ്രദർ വളരെ കഷ്ടപ്പെട്ട് പോയി അജിപാസ്റ്റർ അടുത്ത് ചെന്ന് എന്റെ പോളിസി ചേരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അജിപാസ്റ്റർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ എന്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്റെ പോളിസി ഞാൻ കൊടുക്കുന്ന എടുപ്പിക്കാന്നുള്ളതായിരിക്കും അല്ലെ? അപ്പൊ പറഞ്ഞ് ഏതാണ്ട് അടുത്ത് വന്നു കഴിയുമ്പോഴാണ് ഷായച്ചാൻ ചെല്ലുന്നത്. ഷായച്ചാന്റെ പഴയ പരിചയമുണ്ട്. അയ്യോ അവരും ഒന്ന് പറഞ്ഞു, ഞാൻ ഇതേ ബിസിനസ് എന്നാ ഷായച്ച ഒരു പോളിസി തന്നേക്ക്. അപ്പൊ എതിലേ പോയി അത് പോളിസി? അപ്പൊ എന്റെ ഉദ്ദേശം എന്താ? ഷായച്ചാന്റെ ഉദ്ദേശം എന്താ? എല്ലാവരുടെ ഉദ്ദേശം എന്താ? അവരവർക്ക് ആളുകളെ വർദ്ധിപ്പിക്കണം, കൺട്രോളിലേക്ക് ആളുകളെ കൊണ്ടുവരണം. അല്ലാതെ കർത്താവിന് വേണ്ടി ആളുകളെ നേടണം എന്നല്ല.
അവനൊരു ഇൻഷുറൻസ് പോളിസി എന്തായാലും എടുത്ത് രക്ഷപ്പെട്ടു പോക്കോട്ടെ എന്നല്ല ചിന്തിക്കുന്നത്. ആണോ? അത് കാരണം അത് ലോകം അങ്ങനെയാണ് അല്ലെ. ഇനി ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എന്റെ അങ്കിള് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. കൾട്ടുകളുടെ മോട്ടീവാണ് ഞാൻ പറയുന്നത്. സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പോ പുള്ളി ഇടയ്ക്ക് തീരുമാനിക്കും, ഇടയ്ക്ക് വേണ്ടെന്ന് വയ്ക്കും, ഇടയ്ക്ക് തീരുമാനിക്കും, ഇടയ്ക്ക് വേണ്ടത്. അങ്ങനെ ഇരിക്കെ ഒരു IPC ഒരു പാസ്റ്റർ വന്നിട്ട് സ്നാനം എന്തുകൊണ്ട് ഇപ്പൊ തന്നെ സ്നാനപ്പെട്ടേ പറ്റുള്ളൂ എന്നൊരു ക്ലാസ് അങ്ങ് എടുത്തു. പുള്ളിക്ക് അത് ബോധ്യമായി. പുള്ളി സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പം അവസാനം ഈ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ നിങ്ങളുടെ കടയിൽ വരാം, അന്നേരം നിങ്ങളൊരു ഫൈനൽ തീരുമാനം പറഞ്ഞാൽ മതി. സ്നാനപ്പെടുത്താൻ പുള്ളി റെഡിയാണ്, വേണമെങ്കിൽ ഡ്രസ്സും കയ്യിലുണ്ട്. അപ്പൊ പിറ്റേ ദിവസം കടയിൽ വന്നു കഴിഞ്ഞപ്പം ഈ പാസ്റ്റർ ചോദിച്ചു, എന്താ തീരുമാനം എന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പാസ്റ്റർ ചർച്ചിലല്ല. കാരണം പണ്ട് തൊട്ടേ ഞങ്ങളുടെ പുറകെ നടന്നൊരു പാസ്റ്റർ ഉണ്ട്. ആ പുള്ളി പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പാസ്റ്റർ ഇടയ്ക്ക് വന്ന് ഈ സ്നാനത്തെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനായിട്ട് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ആ പാസ്റ്റർ അടുത്താണ് സ്നാനപ്പെടാൻ പോകുന്നത്. ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്തും മണ്ടത്തരമാണ് ഈ പറയുന്നത്, ഞാനല്ലേ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. എന്റെ സഹോദരങ്ങൾ, ഇതെല്ലാം ആളെ അവരുടെ കൂട്ടത്തിൽ കൂട്ടാനുള്ള പണിയെന്നുള്ളതല്ലാതെ ഇതൊന്നും കർത്താവിലേക്ക് ആരെ ആദായപ്പെടുത്താനുള്ള ഒരു പരിപാടിയല്ല. അതവിടെ നിൽക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിൽ ഏതെങ്കിലും സ്വഭാവങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗ്രൂപ്പിൽ കാണുന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ. പിന്നെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. ഈ വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഇവർ സമ്മതിക്കില്ല. അത് ഒത്തിരി സഭകളിലൊരു പ്രശ്നമാണ്. അതായത് ഒരു വിശ്വാസി വേറൊരു വിശ്വാസിയുടെ കൂടെ പോയി ഒരു സ്നേഹവീരുന്ന് ഒരു വൈകിട്ട് ഈവനിങ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റർമാർക്ക് സംശയം, ഇവന്മാർ രണ്ടുപേരുടെ എന്തിനു കൂടിയതാണെന്നുള്ള കാര്യം. അല്ല, അവര് കൂടിയാൽ എന്നാ കുഴപ്പം? അങ്ങനെയല്ലേ നമ്മൾ സ്നേഹം വളർത്തുന്നത്. സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവയവങ്ങൾ തമ്മിൽ കടപ്പാട് സ്നേഹവും വേണ്ടേ? ഇവർ തമ്മിൽ കൂടിയാൽ എന്നാ കുഴപ്പം? ഈ സഭകളിലൊന്നും അനുവദിക്കില്ല. പാസ്റ്റർ അറിയാതെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വിശ്വാസികൾ കൂടാൻ പാടില്ല. ആരാ ഈ പാസ്റ്റർ? എന്താ പുള്ള പണി? നിങ്ങൾ ആലോചിക്കും, എന്തുമാത്രം കൺട്രോളാണ് ഇവർ ഓരോ കുടുംബം ആരോട് സംസാരിക്കണം എന്ന് വരെ. അതേ സമയത്ത് നാട്ടിലൊരു കള്ളുകൂടിയുമായിട്ടിരുന്ന് ഫുഡ് കഴിച്ചാൽ അവർക്ക് കുഴപ്പമില്ല. ബന്ധുക്കള്, സ്വന്തക്കാർ, അയൽവക്കക്കാരുടെ കൂടെ പോയിരുന്ന് കഴിച്ചാലും കുഴപ്പമില്ല, കുടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരു കൂട്ടു സഹോദരന്റെ കൂടെ ആഹാരം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവരെന്തിനാ കൂടിയത്? നിങ്ങൾ പലരും ചിരിക്കുന്നുണ്ട്, പലരുടെ അനുഭവമായിരിക്കാം അതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കില്ല. അടുപ്പിക്കാത്തതിന്റെ കാര്യം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിച്ച് ചെന്നായുടെ കഥയില്ലേ, ഓർമ്മയുണ്ടോ? അത് തന്നെയാണ് ഈ പരിപാടി. ഇതെല്ലാം ഈ കൾട്ടുകളുടെ സ്വഭാവമാണ്. അത് ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടറിലൂടെ മാത്രമാണ് ഈ കൺട്രോളിങ് എല്ലാം നടക്കുന്നത്. എനിക്ക് ഏകദേശം മനസ്സിലായി കാണും ഇതെങ്ങനെയാണ് ഈ പരിപാടികൾ നടക്കുന്നുള്ളത്. ഇനി ഇവിടെ പ്രബലമായിരിക്കുന്ന വേറൊരു വിശുദ്ധ കൾട്ടിനെ കുറിച്ചും കൂടെ പറഞ്ഞിട്ട്, കുറെ കൾട്ടുകളുടെ കഥ പറയാനുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ പറഞ്ഞാലും തീരില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് ഓവർഡോസ് ആയി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ 1-2 കൾട്ടുകളുടെ കഥകൾ കൂടി പറഞ്ഞ ശേഷം അവസാനിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഏതെല്ലാം കൾട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ പേര് ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ സൂചിപ്പിച്ചാണ് സംസാരിച്ചത്. ചിലരുടെ കാര്യം മാത്രമാണ് തുറന്ന് സംസാരിച്ചത്. ഓക്കെ, ഈ ഞാൻ കേട്ടിട്ടുള്ള വേറൊരു പ്രത്യേകതരം ഉപദേശമാണ് ഈ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന ഉപദേശം. 2 തരത്തിലുള്ള ഇമ്പാർട്ടേഷൻസ് ഉണ്ട്. ഒന്ന് ഗിഫ്റ്റുകളുടെ ഇമ്പാർട്ടേഷൻ ആണ്, ശുശ്രൂഷയുടെ ഇമ്പാർട്ടേഷൻ. ശുശ്രൂഷയുടെ ഇമ്പാർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ശുശ്രൂഷകന്റെ പുറകെ നടന്ന് അവസാനം ഈ ശുശ്രൂഷകൻ വന്ന് നിങ്ങൾക്ക് ആ ഈ പുതപ്പ് നിങ്ങളുടെ മേലിട്ടിട്ട് അയാൾക്കുള്ളതിന്റെ ഇരട്ടിപ്പ് അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇന്നേ വരെ ഈ കൾട്ടുകളിലുള്ള കൾട്ട് ലീഡറിനേക്കാളും കപ്പാസിറ്റി ഉള്ള വേറൊരാളോട് ഉണ്ടായിട്ടില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം ഇയാളുടെ ബ്രെയിൻ വാഷിങ്ങിന് ഇരകളായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത് ദൈവത്തിന്റെ സഭയാണെങ്കിൽ എപ്പോഴും ശുശ്രൂഷകർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അത് ഒരു വ്യക്തിയുടെ സഭയാണെങ്കിൽ ആ വ്യക്തിയെക്കാളും മിടുക്കനായ ഒരു ശുശ്രൂഷകൻ ആ സഭയിൽ ഒരിക്കലും ഉണ്ടാവില്ല. തങ്കു ബ്രദറിനേക്കാളും പവർ ഉള്ള ഒരു ശുശ്രൂഷകൻ ആ സഭയിൽ ഉണ്ടാകില്ല. ഷുവർ. ബാക്കിയുള്ളവരെല്ലാം അയാൾ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരാണ്.
നിങ്ങൾ ഏത് ചർച്ചിൽ നോക്കിയാലും, ഒരു പാസ്റ്ററുടെ പേരിലുള്ള ഒരു ചർച്ച് നിങ്ങൾ എവിടെ നോക്കിയാലും, അത് കേരളത്തിലല്ല ലോകത്തിലൂടെ നോർത്ത് ഇന്ത്യയിൽ പോയി വർക്ക് തുടങ്ങിയാലും, ഈ ഫൗണ്ടിങ് പാസ്റ്ററേക്കാളും ശുശ്രൂഷയുള്ള ഒരാള് ആ ദേശത്ത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവനെ വളരാൻ അനുവദിക്കില്ല. അത് മാത്രമല്ല, ഈ ചെറുപ്പത്തിലേ കൊടുത്തിരിക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനം കാരണം ഒരാൾക്ക് പോലും ഇയാളുടെ മുകളിൽ വരണമെന്നൊരു ചിന്ത പോലുമില്ല. കാരണം കൂടെ നടന്ന് ഇമ്പാർട്ട് ചെയ്യപ്പെടുക. എന്ത് ഇമ്പാർട്ട് ചെയ്യപ്പെടുക? ഈ സ്പിരിച്വൽ ഗിഫ്റ്റ്. ഈ സ്പിരിച്വൽ ഗിഫ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ, മുഴുവനൊന്നും കിട്ടത്തില്ല. ഏലീശയെ പോലെ ഇരട്ടി പങ്കൊന്നുമില്ല, ഒരു 4-1 പങ്ക് പുള്ളി മരിക്കുമ്പോഴേക്കും. അപ്പൊ ഇതാണ് ഒരു തരത്തിലുള്ള ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പാർട്ടേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരിക്കലും അയാൾക്കെതിരെ ചോദ്യം ചോദിക്കുകയോ, ഓക്കെ, അയാളെ കുറ്റം പറയുകയോ, അയാൾ ചെയ്യുന്ന തെറ്റാണെന്ന് വിവേചിക്കുകയോ ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ എപ്പോഴും പുള്ളി പറയുന്ന എല്ലാത്തിനും കൂട്ടി നിൽക്കുകയാണെങ്കിൽ അവസാനം അതിൽ ഒരു പങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് ഒരു ഇമ്പാർട്ടേഷൻ. ഇനി ഈ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത് വേറൊരു തരത്തിലുണ്ട്. അതാണ് ഞാൻ കൂടുതൽ അപകടകരമായിട്ട് കണ്ടിട്ടുള്ള ഒരു ഇമ്പാർട്ടേഷൻ. അതിനെ ലൈഫ് ഇമ്പാർട്ടേഷൻ എന്നാണ് പറയുന്നത്. ലൈഫ് ഇമ്പാർട്ടേഷൻ. ഈ ലൈഫ് ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്, ഇതും വളരെയധികം വിശ്വാസികളുടെ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ ലൈഫ് ഇമ്പാർട്ടേഷൻ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. ലൈഫ് ഇമ്പാർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്റെ ജീവിതം കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ട്? നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തെ തന്നെ ഞാനൊരു സാമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ആ ജീവിത ദർശനത്തെ നിങ്ങൾക്ക് നൽകുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാൻ എങ്ങനെയാണ് പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ബൈബിളിലുണ്ടോ എന്ന് ചോദിക്കരുത്. ഞാൻ എങ്ങനെയാണ് സ്വത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ബൈബിളിലുണ്ടോ എന്ന് ചോദിക്കരുത്. നല്ല കാര്യങ്ങളായിരിക്കും, നല്ല മൊറാലിറ്റി ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് പൈസ ആരോടും ചോദിക്കരുത്. ഞാൻ ആരോടും പൈസ ചോദിക്കുകയില്ല ബ്രദറെ. കേട്ടിട്ടുണ്ടോ ഇത്? കേട്ടിട്ടുണ്ടല്ലോ. എന്റെ ലൈഫ് അതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്? അപ്പൊ ആരുടെ ലൈഫാണ് കൊടുക്കുന്നത്? ആരുടെ ലൈഫ് കൊടുക്കുന്നത്? എന്റെ ലൈഫ് കൊടുക്കുന്നത്. ബൈബിളിലുണ്ടോ നിങ്ങൾ ആരോട് പൈസ ചോദിക്കരുത്? ഉണ്ടോ ഇല്ലയോ? ബൈബിളിലുണ്ടോ നിങ്ങൾ ആരോടും പൈസ ചോദിക്കരുതെന്നുണ്ടോ? ഇല്ല. നമ്മളിൽ വലിയൊരു പങ്കും പൈസ ചോദിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അഭിമാനികളായതുകൊണ്ടാണ്. അല്ല, ദൈവത്തിൽ വലിയ വിശ്വാസം ഉണ്ടല്ലോ. തെണ്ടിപ്പോയാലും തെണ്ടൂല എന്നുള്ള, തെണ്ടിപ്പോയാലും ഞാൻ തെണ്ടില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം, അതായത് ആ പ്രൈഡിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു ഉപദേശം എടുക്കുന്നത്. അതായത് ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ, ചോദിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചോദിക്കുന്നവരുടെ ബഹളമായതുകൊണ്ട് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ആ ലൈഫ് അല്ല ക്രിസ്തുവിന്റെ ലൈഫ്. ഒരു മനുഷ്യന്റെ ലൈഫിനെ മാതൃകയാക്കി നല്ലൊരു മനുഷ്യരെ അവതരിപ്പിക്കുക. അതാണ് ഇന്നത്തെ ധർമ്മോപദേശങ്ങളുടെ ഒരു പ്രത്യേകത. ഇവരെല്ലാം വളരെ നല്ല മനുഷ്യരാണ്. അവർ പറയുന്നത് ഈ മനുഷ്യന്റെ സ്വഭാവത്തെ കണ്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആത്മാവ് ക്രിസ്തുവിന്റെ സ്വഭാവത്തെ നമുക്ക് തരികയല്ല. പിന്നെയോ എന്താ സംഭവിക്കുന്നത്? ഈ മനുഷ്യരെ നോക്കി നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവരെ പോലായ കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചെടുക്കുകയാണ്. ഇതാണ് ഇന്ന് നടക്കുന്ന മോറൽ ടീച്ചിങ്ങിന്റെ കുഴപ്പങ്ങൾ. ഇന്ന് അനേകം പഠിപ്പിക്കലുകളും മോറൽ ഉപദേശങ്ങളാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ കൾട്ട് ലീഡേഴ്സ് പലതരത്തിലുണ്ട്. ഈ കൾട്ട് ലീഡേഴ്സ് എന്ന് പറയുന്നത് അവരെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തൊരു ലൈഫ് നിലവാരമുള്ളവരാണ്. എന്റെ സഭയിലുള്ള എൽഡർമാർക്കെല്ലാം എന്റെ കുഴപ്പങ്ങളെല്ലാം അറിയും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരോട് കൺഫസ് ചെയ്യാൻ ലജ്ജയില്ല, നാണമില്ല. അതിന്റെ കാരണം ഞാൻ നിങ്ങളെക്കാളൊക്കെ കഷ്ടമായ ഒരുത്തനാണ്. ട്രൂത്താണ്. എന്റെ ലൈഫ് നിങ്ങൾക്ക് കിട്ടിയാൽ എനിക്ക് അതിലും വലിയ സങ്കടം ലോകത്ത് ഒരിടത്തും ഇല്ല. കാരണം ഐ ഡോണ്ട് ഹാവ് എ ഗുഡ് ഒപ്പീനിയൻ അബൌട്ട് മൈസെൽഫ്.
അപ്പൊ ഞാൻ എന്റെ ലൈഫ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിന്റെ കാരണം ഞാൻ ഒരിക്കലും ജീവിക്കാത്തതാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് എന്ത് ഹിപ്പോക്രസിയാണ്, കപടഭക്തനാണ്. ഞാൻ എന്റെ ജീവിതം പ്രസംഗിക്കാൻ വന്നതല്ല, ക്രിസ്തുവിന്റെ ജീവിതം പ്രസംഗിക്കാൻ വന്നതാണ്. അങ്ങോട്ട് ഞാൻ എങ്ങനെ ഓടുന്നോ അതുപോലെ നിങ്ങളും ഓടേണ്ടതാണ്. ഒരുപക്ഷെ എന്റെ മുമ്പിൽ കയറി ഓടേണ്ടവരാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഓടുന്നത് നോക്കി ഞാൻ പഠിക്കേണ്ടതാണ്. കാരണം ഇവിടെ നൽകപ്പെടുവാൻ ക്രിസ്തുവിന്റെ ജീവൻ അല്ലാതെ വേറെ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ അതിന്റെ കുഴപ്പം എന്താണ്? അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവൻ ആത്മാവിനാലാണ് പകരപ്പെടുന്നത്. എന്റെ ജീവിതം പ്രവൃത്തിയാലാണ് വരുന്നത്. ശരിയാണ്. നിങ്ങൾ എന്നെ പോലെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനല്ല, ചേസാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ വിശ്വസിച്ചാൽ അത് കപട വിശ്വാസം അല്ലെ? ശരിയാണോ അത്? അല്ലേ പിന്നെ നിങ്ങൾ പ്രവർത്തിക്കാം, അയാൾ ചെയ്യുന്ന പോലെ ഞാനും ചെയ്തേക്കാം. പക്ഷെ ഇതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ഞാനല്ല, ക്രിസ്തു തന്നത്. അവന്റെ ആത്മാവ് എനിക്ക് തരുന്ന ജീവിതം. ഇപ്പൊ വേറൊരാളുടെ ലൈഫ് നമുക്ക് കിട്ടിയാൽ പോരാ, വേറൊരാളുടെ എക്സാമ്പിൾ നമുക്ക് കിട്ടിയാൽ പോരാ, വേറൊരാളെ പോലെ നമുക്ക് കിട്ടിയാൽ പോരാ, ആയാൽ പോരാ. കാരണം അതെല്ലാം സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. നമ്മുടെ ഒരു പ്രവൃത്തികൾ അവനൊന്നും ശുദ്ധമല്ല. ക്രിസ്തു അല്ലാതെ ദൈവത്തിന്റെ അംഗീകാരമുള്ള ആരുമില്ല. നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉള്ളത് കൊണ്ട് മാത്രം. അതുകൊണ്ട് ഈ ലൈഫ് ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന ആ ടെക്നോളജി ശരിക്കും കൾട്ടുകളെ ഉണ്ടാക്കുന്ന വേറെ ഒരു പരിപാടിയാണ്. ഒരു ഗ്രൂപ്പിന്റെ ലീഡർ, ആ ലീഡറുടെ ലൈഫാണ് എല്ലാവരും കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരുടെ ലൈഫാണ് ഇമ്പാർട്ടൻ്റ് ആകുന്നത്? ഒരു സ്പിരിച്വൽ ലീഡറിന്റെ പുറകെ നിങ്ങൾ പോയാൽ നിങ്ങൾ ഒരിക്കലും ആ ലീഡറേക്കാൾ വലുതാകുന്നില്ല. കാരണം പലരും പറയാറുണ്ട്, ഞാൻ ഇന്നാരുടെ ശിഷ്യനാണ്, ഷെയ്സിന്റെ ശിഷ്യനാണ്. അപ്പൊ ഗുരുവിനെ പോലെ ആകുന്നത്? അപ്പൊ ഒരിക്കലും ഈ ഗുരുവിന്റെ മുകളിൽ ആരും കയറില്ല, ശിഷ്യൻ കയറത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഭൂമിയിലാണ് ഗുരുക്കന്മാരുള്ളതെങ്കിൽ, നിങ്ങൾ ഭൂമിയിലുള്ള ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരാണെങ്കിൽ ഇത് കൾട്ട് തന്നെയാണ്, ഒരു സംശയവുമില്ല. കാരണം ഭൂമിയിലെ ഗുരുക്കന്മാർ നിങ്ങളെ ശിഷ്യന്മാരാക്കുന്നുണ്ട് എങ്കിൽ ശിഷ്യൻ ഒരിക്കലും ഗുരുവിന്റെ മുകളിൽ കയറില്ല, അവർ കയറാൻ ഒരിക്കലും അനുവദിക്കില്ല. അതൊരു കൾട്ടാണ്, അത് സ്വാതന്ത്ര്യമില്ലായ്മയാണ്. നമുക്ക് ഗുരു ഒരുവൻ മാത്രം. നിങ്ങൾ ഒരാളെ മെന്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവിലാണ് അവനെ മെന്റർ ചെയ്യുന്നത്, ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് പഠിപ്പിക്കുന്നത്. ആ ഗുരു പറഞ്ഞ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുക അല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ബിക്കോസ് വി ഹാവ് ഓൺലി വൺ ടീച്ചർ ആൻഡ് ദാറ്റ് ടീച്ചർ ഈസ് ജീസസ് ക്രൈസ്റ്റ്. വൺ ലൈഫ് ടു ലീവ്, ഒരൊറ്റ ജീവിതം ജീവിക്കാനുള്ളൂ. ഇത് ചേസിന്റെ ജീവിതമല്ല, അത് ക്രിസ്തുവിന്റെ ജീവനാണ്. കാര്യം കൂടെ ഒരു 2 മിനിറ്റ് ഉണ്ട്, ഒരു കാര്യം പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. 8 മണിക്ക്, കൃത്യം 8 മണിക്ക് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഈ ദുരുപദേശങ്ങളെ നേരിടാൻ വേണ്ടി വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്, എന്നാൽ വേദപുസ്തക റെഫറൻസ് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ രക്ഷയുടെ ഉപദേശത്തെ നമ്മൾ 5 സോള സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നമ്മൾ പ്രസ്താവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ദുരുപദേശങ്ങൾ വീഴാതിരിക്കാനാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോള സ്ക്രിപ്ചുറ എന്നുള്ളതാണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു ട്രൂത്താണ്. എന്താണ് ട്രൂത്ത്? വചനമല്ലാതെ നമുക്ക് ആധികാരികമായ ഒരു ചാർട്ടും ലോകത്ത് ഇല്ല. ഒരു കൗൺസിൽ മീറ്റിംഗ് ഇല്ല, ഒരു അഡീഷണൽ ടീച്ചിങ് ഇല്ല. ഓൺലി ദ വേർഡ് ഓഫ് ഗോഡ്. വേറെ അതിന് വെളി യാതൊരു അതോറിറ്റിയും ഇല്ല. ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് അതിന്റെ ഫുൾനെസ്സിൽ നമുക്ക് ദൈവത്തിന്റെ അതോറിറ്റിയാണ്. അതിൽ പഴയ നിയമം പുതിയ നിയമം ഒന്നുമില്ല. ദൈവം നമ്മോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അത് രേഖപ്പെടുത്തുവാൻ കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് അവൻ തെരഞ്ഞെടുത്ത സകലർക്കും വേണ്ടിയുള്ളതാണ്. ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ബുക്സ് ഓഫ് ദ ബൈബിൾ. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഞാൻ എന്തുകൊണ്ട് പഴയ നിയമത്തിൽ ഞാൻ അത്രയും സംസാരിക്കുന്നില്ല എന്നുള്ളതിന്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ കുഴപ്പമാണ്, എനിക്കത് എല്ലാം മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഈ രണ്ടാമത്തെ കാര്യം സോള ഗ്രാഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപയാണ് ഏറ്റവും ടോപ്പിൽ. അതായത് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ നടത്തുന്നതും എല്ലാം ദൈവത്തിന്റെ കൃപയാണെന്നുള്ളതാണ്. മൂന്നാമത് സോള ഫൈഡെ, അതായത് ഫെയ്ത്ത് മാത്രം, വിശ്വാസം മാത്രം. നാലാമത് സോള ക്രിസ്റ്റോസ്, ക്രിസ്തു മാത്രം. ക്രിസ്തു മാത്രം മതി നമുക്ക്, വേറെ ഒന്നും ആവശ്യമില്ല. ഓൺലി ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് അലോൺ.
അപ്പൊ ക്രിസ്തുവിനെ ഒരു യഹൂദ ടീച്ചറാണെന്ന് പറയണമെങ്കിൽ എന്തുമാത്രം ധൈര്യം ഇവർക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. ക്രിസ്തുവിനെ റിജക്ട് ചെയ്യുന്നതോടെ നമുക്ക് ഇതിന്റെ സ്പിരിറ്റ് മനസ്സിലാകാവുന്നത്. യേശു ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്ത എല്ലാ സ്പിരിറ്റും ഈവിലാണ്. ഒരുപക്ഷെ പ്രകടമായിട്ട് നിങ്ങൾ പറയില്ലല്ലോ ക്രിസ്തുവിന്റെ മരണത്തിലൂടെ രക്ഷയെക്കുറിച്ചാണല്ലോ അവർ പറയുന്നത്. പക്ഷെ യേശു എന്ന ആളെ ഒരു ഹെബ്രായ ടീച്ചറായിട്ട് അവർ കാണുമ്പോൾ അതിനർത്ഥം ക്രിസ്തുവിന്റെ ആ ഫുൾനെസ്സിലുള്ള ശുശ്രൂഷയെ അവർ തള്ളിക്കളയുകയും അതിന്റെ ഒരു ഭാഗം മാത്രം സ്വീകരിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. സോ ഈസ് റിജക്ടിങ് ഹിസ് റൈച്ചസ്നെസ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു അതാണ് ക്രൈസ്റ്റ് അലോൺ. മൂന്നാമത്തെ കാര്യം സോള ഡിയോ ഗ്ലോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രം മഹത്വം. ഈ കാര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ കൺവെൻഷണൽ ഡോക്ടറിൻസിന് വെളിയിലേക്ക് നമ്മൾ ഒരിക്കലും പോവുകയില്ല. ഓക്കെ, ഒരുപക്ഷെ ഇത് ഞാൻ ബിബ്ലിക്കൽ റെഫറൻസ് വെച്ചല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത്, പക്ഷെ ഇതിന് ഓരോ വാക്യത്തിനും ബിബ്ലിക്കൽ റെഫറൻസ് ഉണ്ട്. ഓക്കെ, സോളാ സ്ക്രിപ്ചറ എന്നുള്ളത് ബിബ്ലിക്കൽ റെഫറൻസ് ആയിട്ട് അല്ല നമ്മൾ കാണുന്നത്, എങ്കിലും ദൈവത്തിന്റെ വചനമാണ് ആധികാരികമെന്ന് ബൈബിളിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകൾ കൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ നിങ്ങളുടെ ഉപദേശം സൂക്ഷിക്കുക. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നിങ്ങൾ ഏതെങ്കിലും കൾട്ടിന്റെ അടിമകളാണ്. നിങ്ങൾക്ക് പാസ്റ്റർ ചെയ്യുന്ന തെറ്റുകൾ കണ്ണടയ്ക്കാൻ നിങ്ങൾ വിധിക്കപ്പെട്ടവരാണ്. അവരുടെ ഉപദേശം ക്രിസ്തുവിനെതിരാണെന്ന് അറിഞ്ഞിട്ടും അഭിഷിക്തനെ പേടിച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ കൗൺസിലിങ്ങിന് ഞങ്ങളെ സമീപിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് സെഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കെട്ടപ്പെട്ടിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനും കർത്താവ് വീണ്ടും വീണ്ടും അടിമനോഹത്തിൽ പെട്ടിരിക്കുന്നവർക്ക് കരുണ തോന്നിക്കുവാനും കർത്താവെ അങ്ങേക്ക് ഹൃദയം, അങ്ങേക്ക് ആ സ്നേഹമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ അത് അനേകരിലേക്ക് കടന്നു വരുവാൻ, കെട്ടപ്പെട്ടിരിക്കുന്നവർ വിടുവിക്കപ്പെടുവാൻ, കർത്താവ് സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, വചനത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ, വചനത്തെ സ്നേഹിക്കുവാൻ കർത്താവെ അങ്ങയുടെ ആത്മാവ് ഈ വിശ്വാസികളുടെ എല്ലാ ഹൃദയത്തിലവിടുന്ന് പരിവർത്തിക്കണമേ. വൃതന്മാർ വഞ്ചിക്കപ്പെടാതിരിക്കാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവ് വരെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആണ്. നമുക്ക് സന്തോഷത്തോടെ തിരിഞ്ഞു പോകാം. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ്സും ഇവിടെ തീരുന്നു. നമുക്ക് വീണ്ടും പിന്നീട് അവസരത്തിൽ കണ്ടുമുട്ടാം. ഗോഡ്